ഹായ്, മനോഹരമായ ഈ ആർക്കിടെക്ചറൽ വീട് നിർമ്മിച്ചിരിക്കുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം തേവക്കൽ എന്ന സ്ഥലത്താണ്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരിയിലേക്ക് 3.5 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് 500 മീറ്റർ ദൂരവും, വിദ്യോദയ സ്കൂളിലേക്ക് 1 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. 6.5 സെന്റിൽ 3250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് വീട് വരുന്നത്. നമുക്ക് ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷൻ, ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ല റോഡ് സൗകര്യമുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് വരുന്നത് 6.5 സെന്റ് ഒറിജിനൽ ലാൻഡിലാണ്ടോ 3250 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വലിയൊരു വീടാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു സ്റ്റഡി റൂമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ആണ് വീടിന് നൽകിയിരിക്കുന്നത്. ഗേറ്റ് എല്ലാം ഓട്ടോമാറ്റിക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ്. ചുറ്റും വീടുകളെല്ലാം ധാരാളമായി തന്നെ ഉണ്ട്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാക്കനാട് ഇൻഫോ പാർക്കിലേക്കെല്ലാം 3.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. എടപ്പള്ളിയിലേക്കാണെങ്കിൽ 7 കിലോമീറ്ററോളം ദൂരവും, തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. വീടിന്റെ ഗേറ്റ് തുറന്നിരിക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന വിശാലമേറിയൊരു മുറ്റത്തിലേക്കാണ്. 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിന്റെ മുൻവശത്ത് കോവിൽ സ്റ്റോൺ പാകിയിരിക്കുന്നു. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും കൂടെ ഇവിടെ ഒരു കിണർ അവൈലബിൾ ആണ്. ധാരാളം പ്ലാന്റുകളെല്ലാം ഇവിടെയും അവൈലബിൾ ആണ്. ഈ ലൊക്കേഷൻ 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ഈ വീടിന് അവൈലബിൾ ആണ്. ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് അതിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറ് തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ബയോമെട്രിക് ലോക്കും നമുക്കിവിടെ അവൈലബിൾ ആണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ലിവിംഗ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ തന്നെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് ഫാനാണ്. ധാരാളം ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും പ്രൊജക്ട് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് വാളിൽ, നമ്മുടെ ലിവിംഗ് സ്പേസിൻ്റെ ഒരു സൈഡ് വാളിൽ ടഫൻ ഗ്ലാസ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇനി നമുക്കിവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോകാം. ഡൈനിങ് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഒരു 12-20 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കോർണറുകളിൽ പ്ലാന്റുകൾ നൽകിയിരിക്കുന്നു. ഷാൻലിയർ ലൈറ്റ് എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. വാഷ് ബേസിനാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒതുങ്ങിയ രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. മിററുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ധാരാളം ഷെൽഫുകളെല്ലാം നൽകി സ്റ്റോറേജ് സൗകര്യം നൽകിയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഭാഗത്ത് ഒരു ഫുൾ ബോഡി മിറർ നൽകിയിരിക്കുന്നു. ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഓപ്പൺ കിച്ചൺ ഡൈനിങ് സ്പേസിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. മനോഹരമായ സ്റ്റെയർകേസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ജിയും വുഡും ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിന്റെ അടിഭാഗത്തായി പെപ്പർ സ്റ്റോണും അതുപോലെ പ്ലാന്റുകളെല്ലാം നൽകിയിരിക്കുന്നു. ഹാൻഡ് റെയിനായി GS കോട്ടോപ്പും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി വാട്ടർ ഫൗണ്ടൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അലങ്കാര മത്സ്യങ്ങളെ വളർത്താൻ പറ്റിയ ചെറിയൊരു പോണ്ടും നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈഡ് വശങ്ങളെല്ലാം ധാരാളം പ്ലാന്റുകൾ നൽകിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം പെപ്പിൾ സ്റ്റോൺ എല്ലാം നൽകിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ സൈഡിലേക്ക് പോയാൽ മനോഹരമായ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട്. കിച്ചൺ ക്യാബിനറ്റുകൾക്ക് ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ്, ഗ്രീൻ കളറിലാണ് കിച്ചൺ ക്യാബിനറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ നാനോ ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത്.
കിഴക്കോട്ടാണ് കേട്ടോ കിച്ചൻ്റെ ഒരു കുക്കി ചെയ്യുന്ന ഒരു ദിക്ക് വരുന്നത്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ 3 ഹാങ്ങിങ് ലൈറ്റ് മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ധാരാളം കബോർഡ് വർക്കുകൾ ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നു. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡ് വശങ്ങളെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം പ്ലാന്റുകൾ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ ഒരു സെർവൻറ്റ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 12-16 എന്ന അളവിലാണ് ബെഡ്റൂം അവൈലബിൾ ആയിട്ടുള്ളത്. വലിയൊരു വാൾഡ്രോ സൗകര്യം നമുക്കിവിടെ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വളരെ സൗകര്യത്തോടുകൂടി തന്നെയാണ് ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. വലിയ വലിയ വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും മനോഹരമായ രീതിയിൽ തന്നെ കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ജാഗോന്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എക്സോ സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നൽകി തന്നെയാണ് ഈ ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്കടുത്ത് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡും GS കോട്ടും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. സൈഡ് വാളിൽ സ്റ്റോണുകളെല്ലാം നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്, ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. വലിയൊരു ഷാൻലിയർ ലൈറ്റ് ഹാങ് ചെയ്തിരിക്കുന്നു. 2 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും ബാൽക്കണിയുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു സിറ്റിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളും വലിയ വലിയ വിൻഡോകളെല്ലാം നൽകിയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ഓരോരോ ഏരിയയും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ലഭിക്കുന്നത്. 3250 സ്ക്വയർ ഫീറ്റ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് വീട് ലഭിക്കുന്നത്. ഇവിടെ ഒരു ബാൽക്കണി അവൈലബിൾ ആണ്. നല്ല നീളത്തിലൊരു ബാൽക്കണിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമായ രീതി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ലൂവേഴ്സ് എല്ലാം നൽകി ഡിസൈൻ ചെയ്തിരിക്കുന്നു. 2 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമാണ് കേട്ടോ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം, അതായത് നമ്മൾ കാണുന്നത് ഇവിടുത്തെ 3rd ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകി മനോഹരമായ രീതിയിൽ വലിയൊരു വാൾഡ്രോ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ബെഡ്റൂമാണ്. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനും എല്ലാം തന്നെ നൽകിയിരിക്കുന്നു. ഈ വീട്ടിലെ ഒരു പ്രത്യേകത ബെഡ്റൂമുകളിൽ ബാത്റൂമുകളെല്ലാം ഹൈഡായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ. എവിടെയാണ് ബാത്റൂം എന്ന് കാണാൻ വളരെ പ്രയാസമാണ്. ഒറ്റ നോട്ടത്തിലൊന്നും ബാത്റൂം എവിടെയാണെന്ന് നമുക്കത് കാണാൻ സാധിക്കുകയില്ല. ഈ ബെഡ്റൂമിന്റെ ബാത്റൂം വരുന്നത് ബെഡിന്റെ ഹെഡ് റെസ്റ്റിന്റെ സൈഡിലാണ്. നല്ല സ്പേഷ്യസ് ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ ബാത്റൂം, നല്ല ഭംഗിയിലാണ് ഇവിടുത്തെ വാൾ ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾ മൗണ്ട് ക്ലോസറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു. ഇവിടെയാണെങ്കിലും ജാഗോന്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഒരു റൗണ്ട് മിറർ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ലാസ്റ്റ് ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 15, 15, 15, 14 എന്ന അളവിലെല്ലാമാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോ സൗകര്യവും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. മനോഹരമായ ബാൽക്കണി, ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം PVC ലൂവേഴ്സിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് നൽകിയിരിക്കുന്നു. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെ ഒരു ലൈറ്റ് ഗ്രേ കളറിലാണ് ബാത്റൂം ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾ മൗണ്ട് ക്ലോസറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
മാത്രമല്ല ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ധാരാളം ഫെസിലിറ്റീസുകൾ നൽകി തന്നെ ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഒരു സ്റ്റഡി റൂമും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. മനോഹരമായ സ്റ്റഡി റൂം, ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഇരുഭാഗത്തായി സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സൈഡ് വശങ്ങളെല്ലാം മറിച്ച് നല്ല സെക്യൂർഡ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. 6.5 സെന്റിൽ 3250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും ഒരു സെർവന്റ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 3.5 കിലോമീറ്റർ ദൂരവും എടപ്പള്ളിയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരവും മെഡിക്കൽ കോളേജിൽ നിന്നും ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് 500 മീറ്റർ മാത്രം ദൂരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ വില വരുന്നത് 2,48,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.